Hello guys, welcome back to my YouTube channel. പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ, ഞാനും ഏട്ടനും കസിൻസും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ പോണത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ഒരു 2-3 ഡെസ്റ്റിനേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കടമക്കുടി ഐലൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. കടമക്കുടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, പണ്ട് ബിഫാം പഠിക്കുന്ന സമയത്ത്. ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. അപ്പോൾ ആ ടൈമിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും മേ ബി. അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടമക്കുടി ഐലാൻഡിനെ പറ്റിയിട്ട് എറണാകുളക്കാർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ പുറത്തുള്ളവർക്ക് എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളം വരുന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് കടമക്കുടി എന്ന് പറയുന്നത്. കടമക്കുടി ശരിക്കും ഈവനിങ് കാണേണ്ട ഒരു പ്ലേസാണ്. വൈകുന്നേരം വരുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ. നമുക്ക് പിന്നെ 2-3 സ്ഥലത്തും കൂടെ പോകേണ്ടതുള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ നമ്മൾ കടമക്കുടി വന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലുലുമാളിക്കായിരുന്നു. ലുലുമാളിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ലുലുമാളിക്ക് പോയി. അവിടെ പിന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് നമ്മളൊരു പിസയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ചാനലിൽ മൊത്തം മോക്ക്ഡ്രില്ലിനെ പറ്റിയിട്ടാണ് ചർച്ച. പാകിസ്ഥാൻ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കുക എന്നുള്ള കണ്ടീഷനാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് ഈ മോക്ക്ഡ്രില്ലിലൂടെ അവർ കാണിച്ചു തരുന്നത്. അപ്പം മോക്ക്ഡ്രിൽ നമ്മൾ മറൈൻ ഡ്രൈവ് പോയ സമയത്ത് അവിടെ മോക്ക്ഡ്രിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സിവിൽ ഡിഫൻസിലെ ഒരുപാട് ഓഫീസേഴ്സ്, അതേപോലെ പോലീസ്. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണിച്ചു തരുമായിരുന്നു എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്. ഇപ്പോൾ ഒരു എയർ സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു വാറോ പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളത്. ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടാവുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തന്നെ അവർക്ക് റഡാറിലൂടെ മനസ്സിലാവും എയർ സ്ട്രൈക്ക് ഉണ്ടാവാൻ പോവുകയാണെന്ന്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ സൈറൻ പുറപ്പെടുവിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറണം. പിന്നെ എയർ സ്ട്രൈക്ക് അവസാനിച്ച് കഴിഞ്ഞാൽ അവർ രണ്ടാമതൊരു സൈറൻ പുറപ്പെടുവിക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ സേഫായി പ്ലേസിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് അവർ തന്നിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു, ഇടിമിന്നലും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.